സുരേഷ് ഗോപി ജയിച്ചത് ഒട്ടും സഹിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അവരെല്ലാം തന്നെ പല രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഗണേഷ് കുമാറാണ്. എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചുകൊണ്ടുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത രോഷം തന്നെയാണ് സൈബർ ഇടത്തിൽ ഉയർന്നു വരുന്നത്. അടികൊണ്ട് നീരുവെച്ച ഗണേഷ് കുമാറിന്റെ മുഖത്തിന്റെ പഴയ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. കമ്മീഷണർ സിനിമ ഇറങ്ങിയ കാലത്ത് സുരേഷ് ഗോപിയുടെ കാറിന്റെ പിറകിൽ SP-യുടെ IPS എന്നെഴുതിയ തൊപ്പി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം. തൃശൂർക്കാർക്ക് ദോഷം വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു ഗണേഷിന്റെ പരിഹാസം. അല്ലയോ മാന്യനായ മന്ത്രി ഗണേഷ് കുമാറെ, അച്ഛന്റെ പ്രായമുള്ള VS അച്യുതാനന്ദനെ പറ്റി പത്തനാപുരം കവലയിൽ മൈക്ക് കെട്ടിവെച്ച് പറഞ്ഞത് അച്യുതാനന്ദൻ കാമഭ്രാന്തനാണ് എന്നാണ്. പിന്നെയും ഒരുപാട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പറ്റി നാട് നീളെ പറഞ്ഞു നടന്ന തൊട്ടിത്തരങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? താലി ചാർത്തിയ ഭാര്യയായി 16 കൊല്ലം കൂടെ കഴിഞ്ഞ തന്റെ 2 മക്കളെ പെറ്റു വളർത്തിയ ഡോക്ടറായ ആ സ്ത്രീ 2013 ഏപ്രിൽ 1 അവരുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി ഇയാൾ എത്ര കണ്ട് ആഭാസനാണ് എന്നറിയാം. നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം. അതോ കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി. എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ. ആകെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് പേടിയായിപ്പോയി. ഇനി ഇത് ലെവൽ മാറുകയാണോ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ ഞാൻ വിളി തുടങ്ങിയപ്പോൾ എന്തോ ഒന്ന് റിയലൈസ് ചെയ്തതുപോലെ ആൾക്കാർ വെളിയിൽ നിൽപ്പുണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തുറന്നിട്ട് ഇറങ്ങി അങ്ങ് പോയി. കണ്ടല്ലോ, ഇതാണ് മാന്യ അദ്ദേഹത്തിന്റെ തനിക്കോണം. എന്തായാലും ആ തൊപ്പിയെ കുറിച്ച് പറഞ്ഞത് നന്നായി. അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരന് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇടുക്കിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായി തളർന്നു പോയ ഷെഫീഖ് എന്ന കുഞ്ഞിനെ മലയാളി ഒരിക്കലും മറക്കില്ല. ഗണേഷ് കുമാർ പറഞ്ഞു, ആ തൊപ്പി ഈ കുരുന്നിനാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത്. പിറന്നാളിന് സുരേഷ് ഗോപി വരണമെന്നത് ഷെഫീഖിന്റെ വലിയ ആഗ്രഹമായിരുന്നു. 2014 സെപ്റ്റംബറിൽ ഷെഫീഖിന്റെ പിറന്നാൾ ദിനത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹം തൊടുപുഴയിലുള്ള ഷെഫീഖിന്റെ അടുത്തെത്തി. അന്ന് അദ്ദേഹം വെറും നടൻ മാത്രമായിരുന്നു. കേക്ക് മുറിച്ചും കമ്മീഷണർ ഹിറ്റ് ഡയലോഗുകൾ പറഞ്ഞും അവനെ ഷെഫീഖിനെ സന്തോഷിപ്പിച്ചു. ഷെഫീഖിനെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി താരാട്ട് പാടിക്കൊടുത്താണ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിയത്. ഗണേഷ് കുമാറിന്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബറിടത്ത് ഷെഫീഖിനെ കാണാൻ പോയ കാര്യം സുരേഷ് ഗോപി പറയുന്ന പഴയ വീഡിയോയും വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്തായാലും ഗണേഷ് കുമാറെ താൻ ഇവിടെ ചൊറിയും കുത്തിയിരുന്ന യാതൊരു പണിയും എടുക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും തൃശൂർ ജനതയെയും അപമാനിച്ചു നടക്കുമ്പോൾ സുരേഷ് ഗോപി അങ്ങ് ഡൽഹിയിൽ കേരള ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളെയും കൂട്ടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ചകൾ നടത്തുകയാണ്. പിന്നെ ഈ കളിയാക്കലുകളും പരിഹാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങി തന്നെയാണ് അദ്ദേഹം ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ സ്വന്തം കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്.